നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം 1.5 ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾ ടേൺ ഓവർ. അപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം 45 കോടി ആണ് നമ്മളുടെ ടേൺ ഓവർ. അപ്പം മിക്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തരംതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെ നമുക്ക് പരമാവധി ഒഴിവാക്കാം. കാരണം ഒരുപാട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് നിരോധിച്ചിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് വലിച്ചെറിയരുത് ഒരിക്കലും. അപ്പം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സിസ്റ്റത്തിൽ കൊണ്ടുവരാത്തതാണ് ബ്രഹ്മപുരം പോലെയുള്ള ഒരു ഡംപ് സൈറ്റിൻ്റെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലേ വേസ്റ്റ് മാനേജ്മെന്റ്. പ്രത്യേകിച്ച് സിറ്റി ഒക്കെ ആണെങ്കിൽ ഇത്രയും തലവേദന പിടിച്ച മറ്റൊരു പരിപാടിയില്ല. ഈ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? അത്തരത്തിലെ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി സക്സസ് ആയ ഒരു ടീമിനെയാണ് ഇൻസ്പയർ സ്റ്റോറീസിലൂടെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത്. മറ്റാരുമല്ല, ഗ്രീൻ വേംസ്. ഗ്രീൻ വേംസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. ഗ്രീൻ വേംസിന്റെ കൊച്ചിയിലുള്ള യൂണിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗ്രീൻ വേംസിന് ഓൾറെഡി കാസർഗോഡും മലപ്പുറത്തും കോഴിക്കോടൊക്കെ യൂണിറ്റുകളുണ്ട്. അപ്പോൾ നമ്മളിന്ന് കൊച്ചിയിലെ യൂണിറ്റിലാണത്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഗ്രീൻ വേംസിന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആയിട്ടുള്ള ജംഷി. ഹലോ. ഓക്കെ. അപ്പോൾ ഗ്രീൻ വേംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്, അതും വേസ്റ്റ് മാനേജ്മെന്റിലൂടെ, എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയതായും തന്നെ? ഗ്രീൻ വേംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ജാബിർ കാരാട്ടായിരുന്നു. അപ്പോൾ ജാബിർ അവൻ്റെ PG പഠനത്തിന് ശേഷം ബോംബെയിൽ സ്ലംസിൽ അവിടുത്തെ സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് അവൻ ഡിസൈഡ് ചെയ്താണ് ഡെവലപ്മെൻറ്റ് സെക്ടറിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പം ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് നിന്നിരുന്ന ഒരു കാര്യത്തിനെ ഏറ്റെടുക്കുക എന്നുള്ള രീതിയിലാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്തത്. കാരണം അന്ന് വേസ്റ്റിന് കൃത്യമായി പ്രോസസ്സ് ചെയ്യാനുള്ള ഒരുപാട് പരിമിതികൾ നമ്മളെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതിനെ നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഗ്രീൻ വേംസ് എന്നുള്ള ഈ ഒരു സ്ഥാപനത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചു? അതായത് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ട് ജാബിർ ആദ്യത്തിൽ വെല്ലൂർ ശ്രീനിവാസന്റെ കീഴിൽ ഒരു കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് മാസങ്ങൾ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അതിൽ നിന്നാണ് ബേസിക്സ് ആൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു നോളജ് വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കി കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോടാണല്ലേ? അതെ, നമ്മൾ പൂനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലാണ് നമ്മൾ ഇനീഷ്യലി തുടങ്ങിയത്. അപ്പോൾ പൂനൂർ അവിടെ തന്നെ നമ്മളൊരു ചെറിയ സ്ഥലം എടുക്കുകയും അവിടെ ഒരു ഷെഡ് കെട്ടുകയും ആ ഷെഡിൽ നമ്മൾ വേസ്റ്റ് സോർട്ട് ചെയ്ത് ആ സോർട്ട് ചെയ്ത വേസ്റ്റിനെ നമ്മൾ പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലേക്ക് ഇത് പല ഐറ്റംസായി തരംതിരിച്ച് കയറ്റി വിടുന്നത് ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അപ്പോൾ അന്ന് ആ ഒരു സിറ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ടൗണിലെ വേസ്റ്റിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ, ഒരുപാട് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ഗ്രീൻ വേംസിലേക്ക്? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എയ്സിന്റെ വെഹിക്കിള്, പിന്നെ ഒരു ഷെഡിൽ ചെയ്യാനുള്ള ബേസിക് അമ്യൂണിറ്റീസ് സെറ്റ് ചെയ്യാനും, പിന്നെ നമ്മൾ ആദ്യത്തിൽ ഓടി ഇട്ടാനുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലും. അപ്പം ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപയാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള ക്യാപിറ്റലായിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 2014 ലാസ്റ്റിലാണ്, നവംബറിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം അന്ന് 20 ലക്ഷം രൂപ മൂലധനം വെച്ചിട്ട് ഒരു വില്ലേജിലെ പൂനൂർ എന്നുള്ള ഒരു ടൗൺ എന്ന് പറയാം, പൂനൂർ ടൗണിൽ വേസ്റ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കളക്ട് ചെയ്യുന്നതൊക്കെ എവിടുന്നാണ്? നമ്മൾ കേരളത്തിലെ ഏകദേശം 120ഓളം ലോക്കൽ ബോഡികളായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഉണ്ട്. അപ്പം നമ്മൾ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടിങ് ഏജൻസി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റിനെ അവരെ ഒരു പോയിന്റിൽ നമുക്ക് തരുന്നു. പിന്നെ അവിടെ നിന്ന് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ആ ഹരിതകർമ്മസേന കളക്ട് ചെയ്ത വേസ്റ്റിനെ നമ്മൾ നമ്മളുടെ ഫെസിലിറ്റികളിലേക്ക്, നമ്മളുടെ വാഹനങ്ങളിൽ നമ്മൾ എത്തിച്ചതിന് ശേഷം നമ്മൾ ഈ ഫെസിലിറ്റിയിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഈ വേസ്റ്റ് ആണ് ഇവിടെ എത്തുന്നത്. നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും വീടുകളിലെ വേസ്റ്റ് ഹരിതകർമ്മസേന എടുക്കുന്നു, അവരുടെ അടുത്തുനിന്ന് ആ വേസ്റ്റ് നമ്മൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫെസിലിറ്റിയിൽ വരുന്നത് വേസ്റ്റാണ്. ആ വേസ്റ്റിനെ നമ്മൾ പല ഗ്രേഡുകളായി തരംതിരിച്ചതിന് ശേഷം നിങ്ങളിവിടെ കാണുന്നത് പോലെ ഓരോ ഐറ്റംസ് ആക്കിയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ അത് തരംതിരിച്ചതിന് ശേഷം ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് മറ്റൊരു ഇൻഡസ്ട്രിക്ക് വേണ്ട റിസോഴ്സാണ്. അപ്പോൾ നമ്മളത് അവർക്ക് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റിനെ നമ്മളൊരു റിസോഴ്സാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട്
നടത്തുന്ന എന്നുള്ളതാണ് ഈ ഒരു ഫെസിലിറ്റിയുടെ ഒരു ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹോംസ് ചെയ്യുന്നതും നമ്മുടെ നാട്ടിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് ഞങ്ങൾ ഏറ്റെടുത്ത് അതിനെ ഒരു റിസോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എവിടുന്നൊക്കെ ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്? ഇപ്പൊ കറന്റ്ലി നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്, പല പല ലോക്കൽ ബോഡീസിലായിട്ട്. അതുകൂടാതെ നമുക്ക് ആൻഡമാൻ, ലക്ഷദ്വീപ്, പിന്നെ അതുപോലെ ചെന്നൈയിലും നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അല്ല, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഈ ഹരിത കർമ്മസേനയൊക്കെ വന്നിട്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡയറക്റ്റ് ഇവിടേക്കാണോ വരുന്നത്? അങ്ങനെയാണോ? അതെ, എല്ലാ ഹരിത കർമ്മസേനയല്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ 120 കേരളത്തിൽ 1000-ൽ പരം ലോക്കൽ ബോഡീസ് ഉണ്ട്. അതിൽ 120 ലോക്കൽ ബോഡി ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് അവിടുത്തെ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന വേസ്റ്റ് നമ്മളുടെ ഫെസിലിറ്റിയിലേക്ക് വരും. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഒരുപാട് വേസ്റ്റുകളുണ്ട്. അതായത് പാലിന്റെ കവറുണ്ട്, ബോട്ടിൽസ് ഉണ്ട്, പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ ഡ്രസ് ഉണ്ട്. എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടാണ്. എങ്ങനെ അതിന്റെ ഒരു അതെ, നമ്മൾക്ക് ഇവിടെ വരുന്ന വേസ്റ്റ്, ഒരു വീട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വേസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല കാറ്റഗറി ആയിട്ട് നമ്മൾ തരംതിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാലിന്റെ കവർ ഒരു കാറ്റഗറി ആക്കിയിട്ട് പാലിന്റെ കവർ മാത്രം ഒരു ബണ്ടിലാക്കി വെക്കുന്നു. അതിന് ഇപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ പെറ്റ് ബോട്ടിൽ, നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ, പെപ്സിയുടെ ക്യാന്, ഇപ്പോൾ പെപ്സിയുടെ ക്യാന്, 7-അപ്പിൻ്റെ ക്യാന് സെപ്പറേറ്റ് വെക്കുന്നു, വാട്ടർ ബോട്ടിലിൻ്റെ ക്യാൻ സെപ്പറേറ്റ് വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റംസും നമ്മൾ പല പല കാറ്റഗറി ആക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് റീസൈക്കിൾ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണോ അവർക്ക് ആവശ്യം അതനുസരിച്ചാണ് നമ്മളിവിടെ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എടുക്കുന്ന കമ്പനിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് വേണ്ട ഇൻപുട്സ് നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കി കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും, ഈ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തിട്ട് എന്ത് ഇതുകൊണ്ട് ഒരു വരുമാനം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ജസ്റ്റ് നമ്മൾ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന പോലെയാണ് പ്ലാസ്റ്റിക് ആയാലും പേപ്പർ ആയാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു വരുമാനം? അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും 2014-15 ഇയറിൽ നമുക്കൊരു 1.5 ലക്ഷം രൂപയായിരുന്നു നമ്മളുടെ ടേൺ ഓവർ. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 45 കോടി രൂപയുടെ ടേൺ ഓവറിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്തുകളിൽ നിന്നും തരുന്ന ഒരു യൂസർ ഫീ, അതല്ലെങ്കിൽ ഒരു ടിപ്പിംഗ് ഫീ എന്നുള്ളൊരു എമൗണ്ട് നമ്മളുടെ ഒരു റവന്യൂ ആണ്. അതുകൂടാതെ നമ്മൾ ഈ ഓരോ ഐറ്റംസും റിസോഴ്സ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു വരുമാനം കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇത് ഒരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടുപോകുന്നത്. ഇപ്പൊ എന്റെ പുറകിൽ കുറെ വേസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വേസ്റ്റ് നമ്മൾ ബൾക്കായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ടൈമിലും ഇത് നമുക്ക് ഒരേ സമയം എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പൊ എന്താ ചെയ്യുക ഈ വേസ്റ്റ് ഒക്കെ? അതായത് നമുക്കിപ്പോ ചില ഐറ്റംസ് ചില സമയത്ത് ആവശ്യം ഉണ്ടാവും, ചില സമയത്ത് അത് പിന്നെ ആവശ്യക്കാരുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ ഐറ്റംസും നമുക്ക് പോയിക്കോണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് മാത്രം നമ്മളിവിടെ നമ്മൾ സംവിധാനത്തിൽ സ്റ്റോർ ചെയ്യും, പോകുന്ന ഐറ്റംസ് കയറ്റി വിടുകയും ചെയ്യും. പിന്നെ ചില ഇൻഡസ്ട്രികൾക്ക് ഇപ്പം മഴയാകുമ്പോൾ ചില ഐറ്റംസിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മഴയാകുമ്പോൾ ചിലപ്പോൾ 2 ഐറ്റംസ് കൂട്ടി നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഡസ്ട്രിക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിവിടെ മാറ്റങ്ങൾ വരുത്തി അവർക്ക് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ ഇവിടുന്ന് കയറ്റി കൊടുക്കും. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രീൻ വേംസിന്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ആൾക്കാരുണ്ടായിരിക്കും എല്ലാ യൂണിറ്റിലും? നമ്മൾ ഏകദേശം ഈ യൂണിറ്റിൽ മാത്രം 50ഓളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം ലേഡീസ് ആണോ? അല്ല, കൂടുതലും 90-95% ലേഡീസ് ആണ്. സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണ്? അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ പിന്നെ കമ്മ്യൂണിറ്റിയിൽ നിയർ ബൈ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുകയാണ്. അപ്പം കൂടുതലും ഇതിലേക്ക് തൽപരരായി വരുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് പിന്നെ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് മുൻഗണന നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ കറന്റ്ലി കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, അതുപോലെ ഇവിടെ കൊച്ചിയിലും ഉണ്ട്. അപ്പൊ ഇനി എവിടെയൊക്കെയാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അതായത് 14 ഡിസ്ട്രിക്റ്റിലും വേണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഇനി അടുത്തായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത് ഇപ്പം തിരുവനന്തപുരവും അതുപോലെ പാലക്കാടുമാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. കാസർഗോഡ് യൂണിറ്റ് റീസെന്റ് ഇത് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കണ്ണൂർ നമ്മളൊരു റീസൈക്ലിംഗ് യൂണിറ്റ് ഈ മാസം സ്റ്റാർട്ട് ചെയ്തു. അതെ, നമ്മുടെ യൂണിറ്റ്. അപ്പം നമ്മളിപ്പോൾ ഈ പാൽക്കവർ പോലെയുള്ള LD ഗ്രേഡ് പ്ലാസ്റ്റിക്സ് ആണ് അവിടെ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റംസിൽ നിന്നും ഒരു ഐറ്റംസ് നമുക്ക് അവിടെ പ്രോസസ് ചെയ്യാം. തിരുവനന്തപുരത്ത് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ അതോട് ചോദിക്കണം. ഇപ്പൊ കറന്റ്ലി നടന്നൊരു പ്രശ്നമായിരുന്നു ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചത്. ആള് മരിക്കുന്നത് ആ തോട്ടില് അത്രയും വേസ്റ്റ് കുന്നുകൂടിയിട്ടായിരുന്നു. വേസ്റ്റ് കാരണം ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിട്ടാണ് ആള് മരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗ്രീൻ വേംസ് പോലുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടെങ്കിൽ അത്രയും വേസ്റ്റ് അവിടെ വന്ന്
കുമിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതായത് കളക്ട് ചെയ്യാൻ ആൾക്കാർ ഇപ്പൊ റെയിൽവേ ഇപ്പൊ ആ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ പറയുന്നു റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ ഒരു വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് പറയുന്നു, റെയിൽവേ സ്റ്റേഷൻ പറയുന്നു കോർപ്പറേഷൻ ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ വേംസ് പോലൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടെങ്കിൽ അത്രയും ഇഷ്യൂ വരില്ല, നമ്മൾ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ. അതിനെ കുറിച്ച് എന്താ പറയാ? അതായത് അവിടുത്തെ ഇഷ്യൂ സ്പെസിഫിക്കലി വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഒരു അപ്പം പബ്ലിക് എന്നുള്ള രീതിയിൽ നമ്മളൊരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മൾ വേസ്റ്റ് വലിച്ചെറിയരുത് ഒരിക്കലും. നമ്മൾ അടുത്തുള്ള വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുക. നമ്മളൊരു പൊതുസ്ഥലത്താണെങ്കിൽ, നമ്മളെ വീട്ടിലാണെങ്കിൽ വേസ്റ്റ് പരമാവധി നമ്മൾ വൃത്തിയാക്കി ചാക്കിൽ സൂക്ഷിച്ച് നമ്മളുടെ ഹരിതകർമ്മസേനക്ക് വേസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഹരിതകർമ്മസേന എടുത്ത വേസ്റ്റ് ഒരിക്കലും ആമയാഞ്ചാൽ പോലെയുള്ള ഒരു തോട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. കാരണം അവരത് ഉത്തരവാദിത്വത്തോടു കൂടി പ്രോസസ്സ് ചെയ്യുന്ന ഏജൻസികളിൽ നമ്മളെപ്പോലത്തെ ഒരുപാട് കമ്പനികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് അത് എത്തിക്കും. പിന്നെ അതിൻ്റെ ഫർദർ പ്രോസസ്സിലേക്ക് അത് പോകും. അപ്പോൾ വലിച്ചെറിയുന്ന വേസ്റ്റ് ആണ് കൂടുതലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ, വേസ്റ്റ് ഒരിക്കലും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. അതെ, വേസ്റ്റ് എടുത്തുന്ന സോഴ്സസ് ഇപ്പോൾ നമുക്ക് വ്യക്തമായ സോഴ്സസ് കേരളത്തിലുണ്ട്. അപ്പോൾ അവരിലേക്ക് അത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മളുള്ളത് കൊച്ചി പോലൊരു വലിയൊരു സിറ്റിയിലാണുള്ളത്. കൊച്ചിയിൽ നിങ്ങൾക്ക് 2 യൂണിറ്റ് ഉണ്ട്. അതെ അതെ. അപ്പൊ കൊച്ചിയിൽ നിന്ന് ഇപ്പൊ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ഈ വേസ്റ്റ്? കൊച്ചിയിൽ നമ്മൾ കൊച്ചി സിറ്റിയില് കൊച്ചിയില് അത്യാവശ്യം ആൾക്കാരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പല ആൾക്കാർക്ക് ഈ വേസ്റ്റ് എവിടെ കൊണ്ടുപോയി കളയണം, കുറെ സ്ഥലത്തൊന്നും കളക്ട് ചെയ്യാൻ വരാത്ത ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് വേസ്റ്റ് വന്ന് കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ ഇവിടെ എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് വേസ്റ്റ് കളക്ട് ചെയ്യാത്തത് എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ വേസ്റ്റ് ആളുകൾ മിക്സ് ചെയ്ത് ആണ് വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകൾ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കില്ല. അപ്പം വേസ്റ്റ് ഫുഡ് വേസ്റ്റ് മാറ്റി പ്ലാസ്റ്റിക് വേസ്റ്റ് പരമാവധി ക്ലീൻ ചെയ്ത് തരികയാണെങ്കിൽ നമുക്കൊരു സർവീസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹരിതകർമ്മസേന എടുക്കുന്ന സ്ഥലങ്ങളിൽ, ഹരിതകർമ്മസേനയ്ക്ക് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പ്രൈവറ്റ് കളക്ഷൻ വഴി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വീടുകൾ അവരുടെ വേസ്റ്റ് തരംതിരിക്കുക എന്നുള്ളതാണ്. അപ്പം തരംതിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് മിക്സ് ചെയ്തിടുന്നതുകൊണ്ടാണ്. അപ്പം മിക്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തരംതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഓരോ സാധനങ്ങൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡ്രസ്സ് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും, നിങ്ങളുടെ മറ്റ് പിന്നെ ഓർണമെന്റ്സ് വെക്കാൻ മറ്റൊരു സ്ഥലം ഉണ്ടാവും. അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മസേന വരുമ്പോൾ എടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പം അത് തരംതിരിക്കണ്ട, മിക്സ് ചെയ്യണ്ട. അപ്പം ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ പാല് വാങ്ങിയ കവർ എന്ത് ചെയ്യും? പാല് വാങ്ങിയ കവർ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ആക്കി മറ്റു പാത്രങ്ങൾ കഴുകുന്ന പോലെ വൃത്തിയാക്കി കഴുകണം എന്നൊന്നുമില്ല. ഒന്ന് വെള്ളം ചുഴറ്റി നമ്മളൊരു പിന്നെ ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കോളും. ആ ഉണങ്ങിക്കഴിഞ്ഞ ഒരു ചാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പാല് പിന്നെ സ്മെല്ലുണ്ടാവില്ല. അത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അതിന് പകരം നിങ്ങൾ അത് കൂട്ടി ചുരുട്ടി മടക്കി ഒരു കവറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിയുമ്പോൾ ഒരു ദുർഗന്ധം നിങ്ങളുടെ വീട്ടിൽ തന്നെ ആവും. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് മറ്റൊരാൾ ഇത് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇതിൽ ഒരുപാട് ആളുകൾ തൊഴിൽ ഇത് തരംതിരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളും കൂടെ പരിഗണിക്കണം വീട്ടിൽ നിന്ന് നമ്മൾ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാവരും വേസ്റ്റ് നല്ലപോലെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കളക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇൻസ്പയറിന്റെ പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കും ഈ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ ഒരു ടേൺ ഓവറും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടി അതൊന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം 1.5 ലക്ഷം രൂപയായിരുന്നു ഞങ്ങളുടെ ടേൺ ഓവർ. അപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം 45 കോടി ആണ് നമ്മളുടെ ടേൺ ഓവർ. 45 crore. നിങ്ങൾ കേൾക്കണം, വേസ്റ്റ് മാനേജ്മെന്റിലൂടെയാണ് ഈ 45 crore. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു? നമ്മൾ ഈ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ കുറച്ചും കൂടെ കൂടുതൽ ഏരിയകൾ, പഞ്ചായത്തുകൾ എടുക്കണം എന്നുള്ളതാണ്. ഓൾറെഡി ഗ്രീൻ വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി, ഒരു സ്റ്റാർട്ടപ്പ് എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അപ്പൊ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഓരോ ഡിസ്ട്രിക്റ്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അടുത്തതായിട്ട്? നമുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രസൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു ഫെസിലിറ്റി ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകൾ കിട്ടുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ അവർ സെർവ് ചെയ്യാൻ കൂടുതൽ കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറവ് മതി. അപ്പം ഞങ്ങൾ പുതിയ ഒരു സംവിധാനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫെസിലിറ്റിയുടെ അടുത്തുള്ള പഞ്ചായത്തുകൾ കൂടുതൽ നമ്മൾ സംസാരിച്ച് അവരുടെ വേസ്റ്റ് ഇങ്ങോട്ടേക്ക് ആഡ് ഓൺ ചെയ്യാണ് സാധാരണ ചെയ്യാറ്. അപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു യൂണിറ്റ് പുതിയത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഏരിയയിൽ കൂടുതൽ വർക്ക് നമ്മൾ എടുക്കുക. അപ്പം അവിടെ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനായിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഏകദേശം 10-12ഓളം പഞ്ചായത്തുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബേസ് ആയതിനു ശേഷം നമ്മൾ അവിടെ ഒരു ഫെസിലിറ്റി തുടങ്ങുന്നു. പിന്നെ ആ 10 എന്നുള്ളത് നമ്മളൊരു 40-50 ലോക്കൽ ബോഡിയിലേക്ക് നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുക.
അപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? സർക്കാരിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഇല്ല, ഇത് പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒരു ചുമതല നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ വലിയ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഒരു ഏജൻസി തന്നെ ഇതിനെ സഹായിക്കാനും നമുക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകാനും നമുക്ക് വേണ്ട ഗൈഡൻസ് തരാനും നമ്മുടെ പ്രശ്നങ്ങൾ പിന്നെ സർക്കാരിലേക്ക് എത്തിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ തരാനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശുചിത്വ മിഷൻ ഇതിൽ നമ്മൾ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അത് കൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണെങ്കിലും അതുപോലെ പിന്നെ കൗൺസിലർമാർ തുടങ്ങി ഉദ്യോഗസ്ഥരാണെങ്കിലും ഇവരൊക്കെ അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് നടത്താൻ കഴിയുന്നത്. അപ്പൊ ഇതുപോലൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ലൈസൻസിന്റെ കാര്യങ്ങൾ? നമുക്ക് ഒരുപാട് ഇപ്പോൾ ഏറ്റവും ബേസിക്കലി നമ്മളൊരു പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പഞ്ചായത്തിന്റെ ലൈസൻസ് മുതൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് വേണം. പിന്നെ അതുകൂടാതെ ഇതിപ്പം ഫയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ, തീപിടുത്തങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം നമുക്കിവിടെ ഫയർ NOC വേണം. ഇങ്ങനെ പിന്നെ അതുകൂടാതെ ശുചിത്വ മിഷന്റെ പ്രത്യേക അനുമതിയും കാര്യങ്ങളും വേണം. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ കൈകാര്യം ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്ത് ഒരു ലോക്കലി സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഈ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ. ലോക്കൽ തീർച്ചയായിട്ടും ആളുകൾ ഇപ്പോൾ നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് എന്ന് പറയും. അതായത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആളുകൾ പറയാറുണ്ട്. നമ്മൾ എവിടെ തുടങ്ങുവാണെങ്കിലും ഇതുപോലെ ആളുകൾ നമ്മളടുത്ത് പിന്നെ പ്രശ്നം പറഞ്ഞ് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പം നമ്മൾ പറയാറുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത് പിന്നെ അപ്പോൾ അങ്ങനെ ഇതിനോട് താല്പര്യമുള്ള ആളുകൾ വന്ന് കാണുകയും കണ്ട് ബോധ്യപ്പെടുകയും ചെയ്ത ആൾക്കാർ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഏകദേശം ഇതിന്റെ ചുറ്റുവട്ടം താമസിക്കുന്ന ഒരു 50ഓളം ആളുകൾക്ക് ഇതൊരു വരുമാനമായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഈ ചുറ്റുവട്ടത്തുള്ളവർ തന്നെയാണ് ഇവിടെ. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ബോധവൽക്കരണം നടത്തി. അതായത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ് വരുന്നത്? ഇപ്പൊ ബ്രഹ്മപുരം പോലെയുള്ള ഡം സൈറ്റുകളാണ് അല്ലെ. അപ്പം കേരളത്തിലുടനീളം നമുക്ക് ഡം സൈറ്റുകളായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ വേസ്റ്റ് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിടുക എന്നുള്ളതായിരുന്നു. നമ്മൾ ഈ വേസ്റ്റിന്റെ സെഗ്രിഗേഷൻ എങ്ങനെയാണ്? അതിന്റെ ഒരു പ്രോസസ് ഉണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, ബാക്കി ഇനി എന്തൊക്കെയാണ്? ഓക്കെ, ഇവിടെ നമുക്ക് ലോറിയിൽ വേസ്റ്റ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതുപോലെയാണ് നമുക്ക് വേസ്റ്റ് വരുന്നത്. ആ വരുന്ന വേസ്റ്റിനെ നമ്മൾ ഇവിടുത്തെ ചേച്ചിമാര് അവർ പല കാറ്റഗറി ആയിട്ട് സോർട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, ഇത് ഒരു ഗ്രേഡ് പ്ലാസ്റ്റിക്സ് ആണ്. അപ്പുറത്ത് നമുക്ക് കാർട്ടൺസ് കാണും. ഇവിടെ ഇത് പാലിന്റെ കവറാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്ത പാലിന്റെ കവറാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് അതിനെ അവർ കാറ്റഗറൈസ് ചെയ്ത് ആ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം ഈ പാലിന്റെ കവറ് വേറൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്, ആ പ്ലാസ്റ്റിക് കവർ മറ്റൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്, കാർബോർഡ് മറ്റൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്, എല്ലാം വേറെ വേറെ ആക്കിയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടേക്ക് വരുന്നത് വേസ്റ്റ് കവറാണ്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണ് അല്ലെ, എല്ലാം വേസ്റ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ലോഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വേസ്റ്റ് അല്ല. അപ്പൊ വേസ്റ്റിനെ നമ്മൾ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട റിസോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നു. ഇവിടെ ഇപ്പൊ ഒരു ദിവസം എത്ര കിലോയോളം വേസ്റ്റ് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ നമുക്ക് 40 ടണ്ണ് ഈ ഫെസിലിറ്റിയിൽ നമുക്ക് പ്രസന്റ്ലി പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി മെഷീനറീസ് ആഡ് ചെയ്തിട്ട് ഏകദേശം 100 ടണ്ണ് ഇവിടെ ഒരു ദിവസം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മൊത്തം യൂണിറ്റ് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, അതിനെ കുറിച്ച് അറിയോ? നമ്മൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് 30,000 ടണ്ണായിരുന്നു. അപ്പൊ ഈ വർഷം നമ്മൾ 60,000 ടണ്ണ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നിയറസ്റ്റ് തന്നെ കൊച്ചിയിലായതുകൊണ്ട് ബ്രഹ്മപുരം പ്ലാന്റിന്റെ ഇഷ്യൂ ഉണ്ടാകും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന്റിന് തീ പിടിച്ചപ്പോഴാണ് ആ സംഭവം ഇത്രത്തോളം ഡേഞ്ചറസ് ആയിരുന്നു എന്ന് അറിയണത്. അപ്പോൾ ആ ഒരു ബ്രഹ്മപുരം പ്ലാന്റിൽ ഇത്രയും വേസ്റ്റ് വന്ന് കൂടാനുള്ള കാരണം ഈ കളക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതിനെ കുറിച്ച് വേസ്റ്റ് ബ്രഹ്മപുരം ഇഷ്യൂ എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ ഇല്ലാത്തതല്ല ഇഷ്യൂ. അവിടെ അന്നത്തെ ഇപ്പൊ അത് ഒരു 15-20ഓളം വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സിസ്റ്റത്തിൽ കൊണ്ടുവരാത്തതാണ് ബ്രഹ്മപുരം പോലെയുള്ള ഒരു ഡം സൈറ്റിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മപുരത്ത് മിക്സഡ് വേസ്റ്റ് ആണ് അവിടെ കൊണ്ടുപോയിട്ടിരുന്നത്. അപ്പം വേസ്റ്റ് ആളുകൾ സെഗ്രിഗേറ്റ് ചെയ്തിരുന്നില്ല കൊച്ചിയിലെ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർ മുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
എല്ലാ ആളുകളും അതിൽ ഇൻവോൾവ് ആണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ആ ഒരു സിസ്റ്റം മാറി. അങ്ങനെ ഒരു ഫയർ വന്നപ്പോഴെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി അവിടേക്ക് ഇനി പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകില്ല എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തുകയും കഴിഞ്ഞൊരു വർഷക്കാലമായിട്ട് നമ്മളും കോർപ്പറേഷനായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് കോർപ്പറേഷനിൽ ബ്രഹ്മപുരത്തേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അവിടെ പുതിയ സംവിധാനങ്ങൾ വന്നു. അപ്പോൾ കൊച്ചി വലിയൊരു മാറ്റം കൊച്ചിക്ക് സംഭവിച്ചു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്. അതെ. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ട്, കല്യാണം നടക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് പരിപാടികൾ നടക്കും. ഓരോ ഇവന്റ്സ് നടക്കുമ്പോഴും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വേസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇവന്റ്സ് എടുത്തിട്ടും ഇങ്ങനെ കളക്ഷൻ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇവന്റ്സിൽ വരുന്നത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ആണ് ഇവന്റ്സിലെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെ നമുക്ക് പരമാവധി ഒഴിവാക്കാം. കാരണം ഒരുപാട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധിച്ച സാധനങ്ങൾ ഒഴിവാക്കുന്നതോടുകൂടി തന്നെ ഏകദേശം 70-80% വേസ്റ്റിന്റെ ഇഷ്യൂ ഒരു ഇവന്റിൽ മാറിക്കിട്ടും. ബാക്കി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സെറാമിക്കിന്റെ പ്ലേറ്റ് അതല്ലെങ്കിൽ സ്റ്റീലിന്റെ പ്ലേറ്റ് ഇതൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അടുത്ത ഇവന്റിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കണ്ടാമിനേഷനുള്ള വേസ്റ്റ് ആണ് ഇവന്റിൽ വരിക. അപ്പോൾ നമ്മൾ ഫുഡ് വിളമ്പുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഫുഡ് മിക്സ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് വരിക. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്റുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പം പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇവന്റുകൾ നടത്തുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഗ്രീൻ എന്നുള്ള പേര് വന്നോണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഗ്രീൻ വേംസ് എന്നുള്ള പേരിട്ടത് ചോദിക്കട്ടെ. ഗ്രീൻ വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പുഴു അല്ലെ? പുഴുക്കൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫുഡ് വേസ്റ്റ് പുഴുക്കൾ കഴിക്കുന്നു, എന്നിട്ട് നമുക്ക് വളം തരുന്നു അല്ലെ? ഗ്രീൻ വേംസ് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു റിസോഴ്സ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഒരു പുഴു ചെയ്യുന്നത് പോലെയുള്ള ഒരു പണി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ വേംസ് എന്നുള്ള പേര്. പുഴു ഭക്ഷണ വേസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ചെയ്യുന്നു.